നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു മൊഡ്യൂളിലേക്ക് കടന്നായിരുന്നു. മൊഡ്യൂൾ 2 സോഷ്യൽ ഇൻഫർമാറ്റിക്സ്. ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്ന അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. പേജ് നമ്പർ 37, IT ആപ്ലിക്കേഷൻ ഇൻ എഡ്യൂക്കേഷൻ, ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻക്രീസ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ഡെലിവറി ഓഫ് എഡ്യൂക്കേഷൻ സോ ദാറ്റ് ലേണേഴ്സ് ക്യാൻ ആക്സസ് നോളജ് എനി ടൈം ആൻഡ് ഫ്രം എനിവെയർ. ഇപ്പം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വന്നതോടെ എഡ്യൂക്കേഷനിൽ കൂടുതൽ പേരിലേക്ക് ഫ്ലെക്സിബിളായിട്ട് എത്തിക്കുക എന്നുള്ളത് കൂടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തും എവിടെ നിന്ന് വേണമെങ്കിലും നോളജ് ആക്സസ് ചെയ്യാം എന്നുള്ളൊരു സ്ഥിതിയിലേക്കായി. ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ വേ സ്റ്റുഡൻസ് ആർ ടോട്ട് ആൻഡ് ഹൗ ദേ ലേണേഴ്സ് നൗ ദ പ്രോസസ്സസ് ആർ ലേണർ ഡ്രിവൺ ആൻഡ് നോട്ട് ബൈ ടീച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഏത് സമയത്തും ഏത് ടൈമിൽ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നോക്കാൻ ഇപ്പോൾ ടീച്ചേഴ്സ് വേണമെന്നൊന്നും ഇല്ലെന്നായി. ദിസ് ഇൻ ടേൺ വുഡ് ബെറ്റർ പ്രിപ്പയർ ദ ലേണേഴ്സ് ഫോർ ലൈഫ് ലോങ് ലേണിംഗ് ആസ് വെൽ ആസ് കോൺട്രിബ്യൂട്ട് ടു ദി ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ ഇപ്പം ലേണേഴ്സിന് ലൈഫ് ലോങ് ലേണിങ്ങിന് അവരുടെ ഇൻഡസ്ട്രിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ, അച്ചീവ് ചെയ്യുവാൻ നോളേജ് ലഭിക്കും എന്നുള്ളതായി. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലേണിംഗ് ആൻഡ് ദസ് കോൺട്രിബ്യൂട്ട് ടു ദി എക്കോണമി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ ICT വന്നതുകൊണ്ട് തന്നെ ലേണിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞ് കൂടി. അപ്പം നമുക്ക് ഏതെങ്കിലും കാര്യത്തിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കണമെങ്കിൽ നേരിട്ട് ഡയറക്റ്റായിട്ട് തന്നെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്യാൻ കിട്ടും എന്നൊരവസ്ഥ ആയപ്പം ആൾക്കാർ കൂടുതലും പഠിക്കാൻ തുടങ്ങി, കൂടുതൽ കാര്യങ്ങളിലേക്ക് പഠിക്കാൻ തുടങ്ങി, ഓൺലൈനായിട്ടുള്ള കോഴ്സുകൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഡയറക്റ്റ് ടീച്ചേഴ്സ് ഇല്ലാതെ ഡയറക്റ്റായിട്ട് കോഴ്സുകൾ ചെയ്യാൻ തുടങ്ങി. Especially in developing countries like India, effective use of ICT for the purpose of education has the potential to bridge digital divide. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിജിറ്റൽ ഡിവൈഡ് എന്താണെന്ന് കണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ICT വന്നതോടെ എഡ്യൂക്കേഷൻ പർപ്പസ് കൂടുതലും കൂടി. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ അവർക്ക് എന്ത് വിവരം, ഇപ്പം പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തിനെക്കുറിച്ചെങ്കിലും വിവരം കിട്ടണമെങ്കിൽ അത് വേറെ ഒന്നും നോക്കാതെ തന്നെ അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അറിവുകളൊക്കെ കിട്ടുന്നതിന് സഹായകരമായി. ICT എഡ്യൂക്കേഷൻ പർപ്പസസിന് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ICT ഇൻ എഡ്യൂക്കേഷൻ ആർ ബീയിങ് യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് കോഴ്സ് മെറ്റീരിയൽ, ഡെലിവറിങ് കണ്ടൻറ് ആൻഡ് ഷെയറിംഗ് കണ്ടൻറ്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ലേണേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് ഔട്ട്സൈഡ് വേൾഡ്, ക്രിയേഷൻ ആൻഡ് ഡെലിവറി ഓഫ് പ്രസൻറ്റേഷൻ ആൻഡ് ലെക്ചേഴ്സ്, അക്കാദമിക് റിസർച്ച്, അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്, സ്റ്റുഡൻറ് എൻറോൾമെൻറ്റ് എക്സെട്ര. അപ്പം ICT എഡ്യൂക്കേഷനിൽ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. കോഴ്സ് മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ കണ്ടൻറ് ഡെലിവറി ചെയ്യാൻ, കണ്ടൻറ് ഷെയർ ചെയ്യാൻ, ലേണേഴ്സിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ഔട്ട്സൈഡ് വേൾഡിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ക്രിയേഷൻ ആൻഡ് ഡെലിവറി ഓഫ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ ഡെലിവറി ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ലെക്ചേഴ്സ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അക്കാദമിക് റിസർച്ചിന്, അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടിന്, സ്റ്റുഡൻസ് എൻറോൾമെൻറ്റിന് എല്ലാം എഡ്യൂക്കേഷൻ്റെ പർപ്പസസിൽ ICT വളരെ സഹായകരമാണ്. The various kinds of ICT products available in relevance to education are teleconferencing, email, audio conferencing, television lessons, radio broadcast, interactive radio counseling, interactive voice response system, audio cassettes and CD-ROMs. അപ്പം ഇവിടെ വേരിയസ് കൈൻഡ്സ് ഓഫ് പ്രോഡക്ട്സ് ആണ്. ICTയുടെ വേരിയസ് കൈൻഡ്സ് ഓഫ് പ്രോഡക്ട്സിനെയാണ് പിന്നെ പറയുന്നത്. ടെലികോൺഫറൻസിങ്, ഇമെയിൽ, ഓഡിയോ കോൺഫറൻസിങ്, ടെലിവിഷൻ ലെസൺ. ഇപ്പോൾ അറിയാം, നമ്മൾ കോവിഡിൻ്റെ സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മീറ്റുകളിലൊക്കെയാണ്
ക്ലാസ്സുകൾ നടക്കുന്നത്. ഇപ്പം മിക്ക മീറ്റിങ്ങുകൾ തന്നെ നടക്കുന്നത് ഈ ടെലികോൺഫറൻസിങ് അതുപോലുള്ള സൈറ്റുകളിലാണ് നടക്കുന്നത്. പിന്നെ കൂടുതലായിട്ടും ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് പോകാതെ തന്നെ ഇമെയിൽ വഴി കാര്യങ്ങൾ സെൻഡ് ചെയ്യുന്നു. പിന്നെ ഓഡിയോ കോൺഫറൻസിങ് നടക്കുന്നു. പിന്നെ ടെലിവിഷൻ ലെസൺസ് അറിയാലോ, ഇപ്പം നമ്മുടെ ക്ലാസ്സിൻ്റെ ലെസൺസൊക്കെ ടെലിവിഷനിലൂടെ ഒക്കെ കുട്ടികൾക്ക് ലഭ്യമാവുന്നുണ്ട്. ഇതൊക്കെ ICTയുടെ ഒരു മേന്മ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ICT can be used as a tool in the process of education in the following ways. അപ്പം എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ICT എന്ന് പറയുന്ന ടൂള് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ്, ഇൻഫോർമേറ്റീവ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇൻ വേരിയസ് ഫോർമാറ്റ് സച്ചസ് ഓഡിയോ വീഡിയോ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇൻഫോർമേറ്റീവ് ടൂൾ എന്ന് പറയുമ്പം ഓഡിയോ വീഡിയോ ഡോക്യുമെൻറ്റ്സ് പോലുള്ള ഫോർമാറ്റ്സിനെയാണ് ഇൻഫോർമേറ്റീവ് ടൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സിറ്റുവേഷണൽ ടൂള്. ഇറ്റ് ക്രിയേറ്റ് സിറ്റുവേഷൻസ് വിച്ച് ദ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ഇൻ റിയൽ ലൈഫ്. ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സ്റ്റുഡൻസിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിന് വേണ്ടി സഹായിക്കുന്നതിനെയാണ് നമ്മൾ സിറ്റുവേഷണൽ ടൂൾ എന്ന് പറയുന്നത്. ദസ് സിമുലേഷൻ ആൻഡ് വെർച്വൽ റിയാലിറ്റി ഈസ് പോസിബിൾ. അപ്പം അതിന് നമുക്ക് വെർച്വൽ റിയാലിറ്റി അതുപോലെ സിമുലേഷനൊക്കെ പോസിബിളാണ്. നെക്സ്റ്റ്, കൺസ്ട്രക്റ്റീവ് ടൂളാണ്. ടു മാനിപ്പുലേറ്റ് ദ ഡാറ്റ ആൻഡ് ജനറേറ്റ് അനാലിസിസ്. അപ്പം ഒരു ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അനാലിസിസ് ജനറേറ്റ് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ് കൺസ്ട്രക്റ്റീവ് ടൂൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേറ്റീവ് ടൂള്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റിമൂവ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് സച്ചസ് ദാറ്റ് ഓഫ് സ്പേസ്, ടൈം ആൻഡ് ലാംഗ്വേജ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് തന്നെ ആക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അടുത്ത ടൂളെന്ന് പറയുന്നത്. അപ്പം ICTയുടെ 4 ടൂള്, എഡ്യൂക്കേഷണൽ പർപ്പസിന് ഉപയോഗിക്കുന്ന 4 ടൂളെന്ന് പറയുന്നത് ഇൻഫോർമേറ്റീവ് ടൂള്, സിറ്റുവേഷണൽ ടൂള്, കൺസ്ട്രക്റ്റീവ് ടൂള്, കമ്മ്യൂണിക്കേറ്റീവ് ടൂള്. ഈ 4 എണ്ണമാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്നത്. യൂസ് ഓഫ് ICT ഇൻ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ഹയർ ഓർഡർ സ്കിൽസ് സച്ച് ആസ് കൊളാബറേറ്റിംഗ് അക്രോസ് ടൈം ആൻഡ് പ്ലേസ് ആൻഡ് സോൾവിങ് കോംപ്ലക്സ് റിയൽ വേൾഡ് പ്രോബ്ലംസ്. അപ്പം നമ്മൾ ICT യൂസ് ചെയ്യുന്നതുകൊണ്ട് ഹയർ ഓർഡർ സ്കിൽസായ കോംപ്ലക്സ് പ്രോബ്ലംസിനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇംപ്രൂവ്സ് ദ പെർസെപ്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ് ഓഫ് സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഉൾക്കാഴ്ച വർദ്ധിക്കുന്നു. ദസ് ICT ക്യാൻ ബി യൂസ്ഡ് ടു പ്രിപ്പയർ ദ വർക്ക് ഫ്രേസ് ഫോർ ഇൻഫർമേഷൻ സൊസൈറ്റി ആൻഡ് ന്യൂ ഗ്ലോബൽ എക്കോണമി. അപ്പം ICT ബേസ്ഡ് എഡ്യൂക്കേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 3 മെയിൻ കാറ്റഗറി. അപ്പോൾ ICT ബേസ്ഡ് എഡ്യൂക്കേഷനെ 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ലേണിങ്, രണ്ടാമത്തേത് ബ്ലെൻഡഡ് ലേണിങ്, മൂന്നാമത്തേത് ഡിസ്റ്റൻസ് ലേണിങ്. ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ലേണിംഗ് ആണ്. ഇലക്ട്രോണിക് ലേണിംഗ് ഓർ ലേണിംഗ് ഈസ് ദ ജനറൽ ടേം യൂസ്ഡ് ടു റെഫർ കമ്പ്യൂട്ടർ എൻഹാൻസ്ഡ് ലേണിംഗ്. അപ്പം കമ്പ്യൂട്ടർ എൻഹാൻസ്ഡ് ലേണിങ്ങിനെയാണ് നമ്മൾ സാധാരണ ഇലക്ട്രോണിക് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൺലൈൻ ലേണിംഗ്, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയാം. ലേണിംഗ് അലൗസ് ഡെലിവറി, ഡയലോഗ് ആൻഡ് ഫീഡ്ബാക്ക് ഓവർ ദ ഇൻ്റർനെറ്റ്. അപ്പം ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഡെലിവർ ചെയ്യാൻ, ഡയലോഗ്, ഫീഡ്ബാക്ക് കൊടുക്കുക, ഇതിനൊക്കെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ക്യാൻ ബി ഓൺ ഡിമാൻഡ്. ഇറ്റ് ഓവർകംസ് ടൈമിംഗ്, അറ്റൻഡൻസ് ആൻഡ് ട്രാവൽ ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ലേണിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈമിനെ കുറിച്ച് ചിന്ത വേണ്ട, എപ്പോൾ വേണമെങ്കിലും പൂർത്തിയാക്കാം. അതുപോലെ തന്നെ അറ്റൻഡൻസ്, ട്രാവൽ ഡിഫിക്കൽട്ടീസ് ഇതൊക്കെ ഒഴിവായി കിട്ടും ലേണിങ്ങിലൂടെ. ലേണിംഗ് അലൗസ് ഹയർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഗ്രേറ്റർ ഇൻട്രാക്ഷൻ. അപ്പോൾ ലേണിംഗ് ഒത്തിരി ഹയർ പാർട്ടിസിപ്പേഷനും ഗ്രേറ്റർ ഇൻട്രാക്ഷനും അലോ ചെയ്യുന്നുണ്ട്. ദ വെബ് ആൻഡ് ഇൻ്റർനെറ്റ് ഈസ് ദി കോർ ICTs ടു സ്പ്രെഡ് എഡ്യൂക്കേഷൻ ത്രൂ ലേണിംഗ്. അപ്പം ICT എന്ന് പറയുന്ന ലേണിംഗ് സ്പ്രെഡ് ചെയ്യുന്ന വെബ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാണ്. The components include e-portfolios, cyber infrastructure, digital libraries and online learning object repositories. അപ്പം
ICT യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് പോർട്ട്ഫോളിയോസ്, സൈബർ ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ ലൈബ്രറീസ്, ഓൺലൈൻ ലേണിംഗ്, ഒബ്ജക്റ്റ് റിപ്പോസിറ്ററീസ് ഒക്കെ. All the above components create a digital identity of a student and connect all the stakeholders in the education. അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റി കിട്ടുവാണ്, എല്ലാ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയും. ലേണിംഗ് ഹാസ് ദ ഫോളോവിങ് അഡ്വാൻറ്റേജസ്. അപ്പോൾ ലേണിങ്ങിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ, എലിമിനേറ്റിംഗ് ടൈം ആൻഡ് ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ഫോർ ലേണേഴ്സ് ആസ് വെൽ ആസ് ടീച്ചേഴ്സ്. ഇപ്പം ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ്, എഡ്യൂക്കേഷനിലുള്ള ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നു. എൻഹാൻസ്ഡ് ഗ്രൂപ്പ് കൊളാബറേഷൻ മെയ്ഡ് പോസിബിൾ വയ ICT. ഇപ്പം ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ICT വഴി സഹായിക്കുന്നു. ന്യൂ എഡ്യൂക്കേഷണൽ അപ്രോച്ചസ് ക്യാൻ ബി യൂസ്ഡ്. ന്യൂ എഡ്യൂക്കേഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പം PPT, പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പുതിയ പുതിയ ആപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കുന്നു. അങ്ങനെ ഇപ്പം നമ്മളറിയാം, നമ്മൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂമിലൊക്കെയാണ് ക്ലാസ്സൊക്കെ കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ പുതിയ എഡ്യൂക്കേഷണൽ അപ്രോച്ചസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് സ്പീഡി ഡിസമിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ടു ടാർഗറ്റ് ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ്. എഡ്യൂക്കേഷൻ എല്ലാവരിലോട്ടും എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഓഫേഴ്സ് ദ കോമ്പിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ വൈൽ ബാലൻസിങ് ഫാമിലി ആൻഡ് വർക്ക് ലൈഫ്. അപ്പം ഒരു കോമ്പിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഫാമിലി അതുപോലെ തന്നെ വർക്ക് ലൈഫും ഒരുപോലെ കൊണ്ടു നടക്കുവാൻ ഈ ലേണിംഗ് അല്ലെങ്കിൽ ICT വഴി സാധിക്കുന്നു. ഇറ്റ് എൻഹാൻസ് ദ ഇൻ്റർനാഷണൽ ഡയമെൻഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സർവീസസ്. അപ്പം ഇൻ്റർനാഷണൽ ഡയമെൻഷൻ വരുവാൻ സാധിക്കുന്നുണ്ട്. ഇനി ബ്ലെൻഡഡ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. ബ്ലെൻഡഡ് ലേണിംഗ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ അപ്രോച്ചസ് ടു ലേണിംഗ്. അപ്പം ലേണിങ്ങിൻ്റെ തന്നെ മൾട്ടിപ്പിൾ അപ്രോച്ചസിനെയാണ് നമ്മൾ ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് യൂഷ്വലി യൂസ്ഡ് ടു ഡിഫൈൻ എ സിറ്റുവേഷൻ വെയർ ഡിഫറെൻറ്റ് ഡെലിവറി മെത്തേഡ്സ് ആർ കമ്പൈൻഡ് ടുഗെദർ ടു ഡെലിവർ എ പർട്ടിക്കുലർ കോഴ്സ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കോഴ്സിന് വേണ്ടി ഡിഫറെൻറ്റ് ഡെലിവറി മെത്തേഡ്സ് യൂസ് ചെയ്ത് സിറ്റുവേഷൻസിനെ തരണം ചെയ്യുന്നതാണ് നമ്മൾ ഈ ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ്സ് മേ ഇൻക്ലൂഡ് എ മിക്സ്ചർ ഓഫ് ഫേസ് ടു ഫേസ് ലേണിംഗ്, സെൽഫ് പ്ലേസ്ഡ് ലേണിംഗ് ആൻഡ് ഓൺലൈൻ ക്ലാസ് റൂംസ്. അപ്പം നമ്മൾ പറഞ്ഞു കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ അപ്രോച്ചസ് ആണ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ് ലേണിംഗ് ഉണ്ട്, സെൽഫ് പ്ലേസ്ഡ് ലേണിംഗ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് റൂം ഉണ്ട്. ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫേസ് ടു ഫേസ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. refers to learning that occurs in a traditional classroom setting where faculty member delivers instruction to a group of learners. This could include lectures, workshops, presentations, tutoring, conference and much more. ഫേസ് ടു ഫേസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം സെറ്റപ്പിൽ ഗ്രൂപ്പ് ഓഫ് ലേണേഴ്സിന് ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫേസ് ടു ഫേസ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ആകാം, ലെക്ചർ ആകാം, പ്രസൻറ്റേഷൻ ആകാം, ട്യൂട്ടേഴ്സ് ആകാം, കോൺഫറൻസ് ആകാം, എന്തും ഒരു ഫേസ് ടു ഫേസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ സെൽഫ് പ്ലേസ്ഡ് ലേണിംഗ് പ്രൊവൈഡ്സ് ദ ഫ്ലെക്സിബിലിറ്റി ടു ലേൺ അക്കോർഡിംഗ് ടു ദ അവൈലബിലിറ്റി ഓഫ് ലേണേഴ്സ് ഓൺ ടൈം ആൻഡ് പേസ്. It occurs the variety of ways such as reading specific chapters from textbooks, studying course material presented through web-based or CD-based course, attending pre-recorded classes or section, reading article referred by faculty member, working on assignment and project, and searching and browsing in the internet. അപ്പോൾ സെൽഫ് പ്ലേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈമിൽ നമുക്ക് പറ്റിയ
ഡീറ്റെയിൽസ് സെർച്ച് ചെയ്ത് പഠിക്കുന്നതിനൊക്കെയാണ് സെൽഫ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു പ്രീ റെക്കോർഡ് ക്ലാസ് ആകാം, സെഷൻ ആകാം. അതുപോലെ തന്നെ റീഡിങ് ആർട്ടിക്കിൾസ്, ഒരു ഫാക്കൽറ്റി മെമ്പറിൻ്റെ റീഡിങ് ആർട്ടിക്കിൾസ് വായിക്കുന്നതാകാം, അസൈൻമെൻറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാകാം, ഒരു ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നതും ബ്രൗസ് ചെയ്യുന്നതാകാം, CD ബേസ്ഡ് കോഴ്സ് ചെയ്യുന്നതാകാം. എന്തും സെൽഫ് ബേസ്ഡ് ലേണിംഗ് ആണ്. അപ്പം നമുക്ക് പറ്റിയ സമയത്ത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് സെൽഫ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓൺലൈൻ കൊളാബറേറ്റീവ് ലേണിംഗ്. ഓൺലൈൻ കൊളാബറേഷൻ ഇൻവോൾവ്സ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ലേണേഴ്സ് ആൻഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ത്രൂ ദി വെബ്. ദിസ് ഇൻട്രാക്ഷൻ ക്യാൻ ഒക്കർ എയ്തർ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. അപ്പോൾ ഓൺലൈൻ കൊളാബറേഷൻ എന്ന് പറയുമ്പം ലേണേഴ്സിനും ഫാക്കൽറ്റി മെമ്പേഴ്സിനും വെബിൽ കൂടെയുള്ള ഒരു ഇൻട്രാക്ഷനെയാണ് ഓൺലൈൻ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നെങ്കിൽ അത് ഓൺലൈൻ ആകാം, അതല്ലെങ്കിൽ ഓഫ്ലൈൻ ആകാം. എന്തും ഓൺലൈൻ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ 3 ലേണിങ്ങിനെയും കൂടെ കൂട്ടിയാണ് നമ്മൾ ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. It is a type of education where students work on their own at home or at the office and communicate with the faculty and other students via email, electronic forums, video conferencing, chat rooms, instant messaging and അതർ ഫോറംസ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇതും ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ്. സ്റ്റുഡൻസ് അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഓഫീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാക്കൽറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസ് ലേണിംഗ് ഒന്നെങ്കിൽ ഇമെയിൽ വഴിയാകാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോറം വഴിയാകാം, വീഡിയോ കോൺഫറൻസിങ് വഴിയാകാം, ചാറ്റ് റൂംസ് വഴിയാകാം, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് വഴിയാകാം. അങ്ങനെ കമ്പ്യൂട്ടർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ലേണിംഗ്, അവരവരുടെ വർക്ക് പ്ലേസിലിരുന്നു കൊണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പൺ ലേണിംഗ്. ICT ആൻഡ് എഡ്യൂക്കേഷൻ ദ ഇന്ത്യൻ വേ. ഇത് ഇന്ത്യൻ വേയിൽ എങ്ങനെയാണ് ICT ആൻഡ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള ഉദാഹരണങ്ങളാണ് പേജ് നമ്പർ 41 കൊടുത്തേക്കുന്നത്. ഫസ്റ്റ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ഡിസ്റ്റൻസ് ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ് ടെക്നോളജിയൊക്കെ ഡിസ്റ്റൻസ് ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ പേജ് നമ്പർ 42, സ്വയം എന്ന് പറയുന്നത് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിരിംഗ് മൈൻഡ്സ് പ്രോഗ്രാം ഓഫ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, എ വെബ് പോർട്ടൽ ദാറ്റ് offers free online courses supported by professors of centrally funded institutions like IIT, IIM, Central University, etc. അപ്പോൾ സ്വയം എന്ന് പറയുന്ന ഒരു വെബ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ആൻസ്പയറിംഗ് മൈൻഡ് പ്രോഗ്രാം, അത് ഒരു വെബ് പോർട്ടലാണ്. അത് ഓൺലൈൻ കോഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് പ്രൊഫസേഴ്സാണ്. IIT, IIM പോലുള്ള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർക്ക് വേണ്ടിയാണ് സ്വയം എന്ന് പറയുന്ന പോർട്ടൽ. അതുപോലെ തന്നെ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, എ കൺസെപ്റ്റ് സിമിലർ ടു ഓപ്പൺ കോഴ്സ്വെയർ ഇനിഷ്യേറ്റീവ് MIT. ഇറ്റ് യൂസസ് ഇൻ്റർനെറ്റ് ആൻഡ് ടെലിവിഷൻ ആൻഡ് ടെക്നോളജി. അതുപോലെ തന്നെ ഒരു ഓപ്പൺ കോഴ്സ്വെയർ ഇനിഷ്യേറ്റീവാണ് MITയുടെ. ഇതും ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ടെലിവിഷൻ ടെക്നോളജീസ് യൂസ് ചെയ്ത് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. നെക്സ്റ്റ് ഉണ്ട് സ്വയംപ്രഭ പ്രോജക്റ്റ്. MHRD ഓഫേഴ്സ് ഫ്രീ 32 ഡയറക്റ്റ് ടു ഹോം ടെലിവിഷൻ ചാനൽസ് ഫോർ പ്രൊവൈഡിംഗ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ കണ്ടന്റ് ടു ഓൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് സിറ്റിസൺസ് അക്രോസ് ദ കൺട്രി ഇൻട്രസ്റ്റഡ് ഇൻ ലൈഫ് ലോങ് ലേണിംഗ്. അപ്പോൾ സ്വയംപ്രഭ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് MHRD ഓഫർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഒരു 32 ഡയറക്റ്റ് ടു ഹോം ടെലിവിഷൻ ചാനലിലൂടെ നടത്തുന്ന പ്രോഗ്രാമാണ്. ആ കണ്ടൻറ്റ് ടീച്ചേഴ്സ് അതുപോലെ തന്നെ സ്റ്റുഡൻസ് അക്രോസ് കൺട്രിനകത്തുള്ള സിറ്റിസൺസിനൊക്കെ കൂടാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് സ്വയംപ്രഭ പ്രൊജക്റ്റ്. പിന്നെയുണ്ട് ഏകലവ്യ ഇനിഷ്യേറ്റീവ്, ഡിസ്റ്റൻസ് ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ടെലിവിഷൻ ഉപയോഗിച്ച്. നെക്സ്റ്റ് ഉണ്ട് IIT കാൺപൂർ ഡെവലപ്ഡ് ബൃഹസ്പതി, an open source e-learning platform
അപ്പോൾ IIT അതുപോലെ തന്നെ ഒരു ഓപ്പൺ സോഴ്സ് ലേണിംഗ് പ്ലാറ്റ്ഫോം വിർച്വൽ ക്ലാസ് റൂം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ERNet എന്ന് പറയുമ്പം എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് ആൻഡ് എഡ്യൂസാറ്റ് നമുക്കറിയായിരിക്കും, എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു ടെലി എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഓഫ് ഡിസ്റ്റൻസ് ലേണിംഗ് ടു റീച്ച് അൺറീച്ചബിൾ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇൻ എവരി നുക്ക് ആൻഡ് കോർണർ. അപ്പം എവിടെയുള്ള പീപ്പിളിനും ടെലി എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ERNetഉം അതുപോലെ തന്നെ എഡ്യൂസാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനിയുണ്ട് ഇൻഫോനെറ്റ് ആൻഡ് CEC സർവീസസ് ഓഫ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ സപ്പോർട്ടിംഗ് കണ്ടൻറ് ലേണിംഗ് ആൻഡ് കോഴ്സ് സിസ്റ്റംസ്. അപ്പം കണ്ടൻറ് ലേണിംഗ് കോഴ്സ് സിസ്റ്റംസ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇൻഫോനെറ്റ് ആൻഡ് CEC എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് Library Network Center is a autonomous inter-university center of University Grant Commission involves in creating infrastructure for sharing library and information resources and services among academic and research institutions. അപ്പോൾ ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി ലൈബ്രറി അല്ലെങ്കിൽ ഇൻഫർമേഷൻ റിസോഴ്സ് ഷെയർ ചെയ്യുന്നതാണ് ഈ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് അല്ലെങ്കിൽ IUC എന്ന് പറയുന്നത്. UGC മോക്ക് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആൻഡ് ഫ്രീ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ എനിവൺ എൻറോൾ. അപ്പം UGC മോക്ക് എന്ന് പറയുന്നത് നമ്മൾ എൻറോൾ ചെയ്യുന്ന ആർക്കും കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്, ഫ്രീ ഓൺലൈൻ കോഴ്സാണ്. അങ്ങനെ നമ്മൾ ICT എഡ്യൂക്കേഷൻ ഇന്ത്യൻ വേയിൽ ICT ആൻഡ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഈ സൈറ്റുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് IT ആപ്ലിക്കേഷൻസ് ഇൻ എഡ്യൂക്കേഷൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അപ്പം എഡ്യൂക്കേഷൻ ടീച്ചിങ് ലേണിങ്ങിലും IT ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പേജ് നമ്പർ 37 തൊട്ട് 43 വരെയുള്ളതാണ് കണ്ടത്. 37 to 43 നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അടുത്തത് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ ടൈപ്പ് ഓഫ് ICT ബേസ്ഡ് ലേണിംഗ് കണ്ടു. ലേണിംഗ്, ബ്ലെൻഡഡ് ലേണിംഗ്, ഡിസ്റ്റൻസ് ലേണിംഗ്, അതുപോലെ തന്നെ ഇന്ത്യൻ വേയിൽ ICT ആൻഡ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ കണ്ടു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ചോദിക്കുക.